ഹലോ. പാടത്തിൽ കൂടെ നടക്കാനായിട്ട് അത്ര രസമൊന്നും അല്ല കേട്ടോ. പക്ഷേ വിഷുവിൻ്റെ തലേദിവസം ഞാൻ എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അവിടം വരെ പോയപ്പോൾ അവിടുത്തെ ഒരു പാടമാണ്. കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ അവിടെ തന്നെ അവരുടെ തന്നെയുള്ള ഒരു പാടമാണ് കേട്ടോ. അതിൻ്റെ നടുക്കൂടെ ഒരു തോട് പോലെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൽ നിറയെ ആമ്പലുണ്ട്. ഒരു ആമ്പലിൻ്റെ പൂ പറിക്കാൻ വേണ്ടി ഞാൻ പഠിച്ച പണി 18 നോക്കി. നല്ല പൊരി വെയിലത്താണ് കേട്ടോ നിൽക്കുന്നത്. പക്ഷേ അത് കുടയുടെ വാലൊന്നും ഇട്ട് പിടിച്ചാൽ ഒന്നും ആമ്പൽ പോലുമില്ല. ആമ്പൽ നല്ല ബലത്തിലാണ് അവിടെ നിൽക്കുന്നത്. അവസാനം എന്താ പറയുക, വിഷണയായിട്ട് കിട്ടില്ലെന്ന് ഉറപ്പായിട്ട് ഇളിപ്പ്യനായി മറ്റേ നമ്മുടെ മുന്തിരിങ്ങ പറിക്കാൻ പോയ കുരങ്ങിൻ്റെ അവസ്ഥ, കുരങ്ങല്ലല്ലോ കുറുക്കൻ, കുറുക്കൻ്റെ അവസ്ഥയിലായിട്ടോ ഞാൻ അവസാനം തോണ്ടാൻ നോക്കി കുടയെടുത്ത് ചൂടി. എന്തിനാ ഈ വെയിൽ കൊണ്ടിട്ട് സൺബേൺ അടിക്കുന്നതെന്ന് ഓർത്തിട്ട് കുടയൊക്കെ ചൂടി ഞാൻ തിരിച്ചു വന്നിട്ട് അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കുമോ? നമ്മളങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല. അവിടെ ദൂരെ ചേട്ടൻ, അതായത് എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഒരു വടിയൊക്കെ ആയിട്ട്, ചേട്ടൻ്റെയൊക്കെ സ്ഥലമാണ് കേട്ടോ, ചേട്ടൻ്റെയൊക്കെ കുടുംബത്തിൽ അവിടുത്തെ സ്ഥലമാണ്. അപ്പം ഞാൻ എന്താ ചെയ്തു, ചേട്ടനാണെങ്കിൽ ഇതാ വടിയൊക്കെ ആയിട്ട് വന്നിട്ട് പറിച്ചു തരാൻ നോക്കി. അത് അനങ്ങുന്നില്ലെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വീഴാൻ പോയി പടപടോന്ന് പടച്ച് അവിടം വരെ എത്തി. അപ്പം ചേട്ടൻ എന്ത് ചെയ്തു, ചേട്ടനൊക്കെ നീന്തി കളിച്ച് നടന്നിട്ടുള്ള തോടും അവിടെ ആ ഒരു വയൽ മുഴുവൻ വെള്ളമാവും എന്നൊക്കെയാണ് പറഞ്ഞത്. കഥകളൊക്കെ പറഞ്ഞു തന്നപ്പോൾ മഴക്കാലമാകുമ്പോൾ നിറയെ വെള്ളമാവുന്നതാണ്. അപ്പോൾ അത് നീന്തിക്കൊണ്ടിരുന്ന, അവരൊക്കെ ചെറുപ്പത്തിൽ നീന്തി കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടന് പേടിയൊന്നുമില്ല. എന്താ പറയുക, ആ തോട്ടിലിറങ്ങി എനിക്ക് കുറേ ആമ്പൽ വിടരാൻ ആയിട്ടുള്ളതായിരുന്നു കേട്ടോ, പറിച്ചു തന്നു. അങ്ങനെ എന്താ പറയുക, കിട്ടൂലെന്ന് കരുതിയ സംഭവത്തെ കിട്ടി. അതുപോലെ തന്നെ അതെങ്ങനെയാണ് മാലയാക്കുന്നതെന്നൊക്കെ എനിക്ക് കാണിച്ചു തന്നായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതൊന്നും അറിയില്ല. അങ്ങനെ എങ്ങനെ മാലയാക്കാം ഈ ആമ്പലിനെ, പൂ അടിയിൽ വന്നിട്ടുള്ള പോലെ കൃഷ്ണന് ചാർത്താം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കഥകളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ കിട്ടിയ ആമ്പൽപ്പൂവിൻ്റെ സന്തോഷമായിട്ട് ഞാൻ കരയിലോട്ട് നല്ല വെയിലൊക്കെ കൊണ്ട് കരുവാളിച്ച് നടന്നു പോവുകയാണ്. സന്തോഷമുള്ളൊരു കുറച്ച് നിമിഷങ്ങൾ. താങ്ക് യു.